അല്ലാഹുമ്മസ്തുർ ഔറാത്തി, അല്ലാഹുവേ എൻ്റെ ഔറത്തുകളെ, എൻ്റെ പോരായ്മകളെ നീ മറച്ചു വെക്കണേ. വ ആമിൻ റൗആതി, വ ആമിൻ എനിക്ക് അമ്ന് നൽകണേ, നിർഭയത്വം നൽകണേ. റൗആതി എൻ്റെ ഭയങ്ങളിൽ നീ എനിക്ക് നിർഭയത്വം നൽകണേ. ആമിൻ ആമന അമ്ന്, അമ്ന് എന്ന നിർഭയത്വം, ആമന നിർഭയത്വം നൽകി. ആമിൻ അത് കൽപ്പനക്രിയയാണ്, അമ്രാണ്. റബ്ബേ നീ എനിക്ക് അമ്ന് പ്രദാനം ചെയ്യണേ. റൗആതി റൗഅത്ത് ഭയം, റൗഅ് പേടി, ഫസഅ് യഥാർത്ഥമാണ് റൗഅ്. റൗആതി എൻ്റെ ഭയങ്ങളിൽ നീ എനിക്ക് നിർഭയത്വം പ്രദാനം ചെയ്യണേ. വ്യത്യസ്തങ്ങളായ ഭയം ജീവിതത്തിൽ ഉണ്ടാവാം, പല പല ഘട്ടത്തിലായിക്കൊണ്ട് ആളുകൾക്ക് ഭയം വരാം. അപ്പം ആ ഭയത്തിലൊക്കെ റബ്ബേ നീ എനിക്ക് നിർഭയത്വം പ്രദാനം ചെയ്യണേ. അല്ലാഹുമ്മ ഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി. അല്ലാഹുമ്മ ഹ്ഫദ്നി, അല്ലാഹുവേ നീ എനിക്ക് സംരക്ഷണമേകണേ. ഇഹ്ഫദ്നി ഇഫ്ള്, നീ എനിക്കൊരു കാവൽ നൽകണേ, ഒരു സംരക്ഷണം നൽകണേ റബ്ബേ. മിൻ ബൈനി യദയ്യ എൻ്റെ മുൻഭാഗത്ത് നിന്ന് നീ എനിക്കൊരു സംരക്ഷണം. വമിൻ ഖൽഫി എൻ്റെ പിറകിൽ നിന്നും നീ എനിക്കൊരു സംരക്ഷണം നൽകണേ. വഅൻ യമീനി എൻ്റെ വലതുഭാഗത്ത് നിന്നും, വഅൻ ശിമാലി എൻ്റെ ഇടതുഭാഗത്ത് നിന്നും, വമിൻ ഫൗഖി മുകൾ ഭാഗത്ത് നിന്നും, അഥവാ എല്ലാ ഭാഗത്തു നിന്നും റബ്ബേ നീ എനിക്ക് സംരക്ഷണം നൽകണേ. അതാണ് ഈ പറഞ്ഞത്, എല്ലാ ഭാഗത്തും, ഏത് ഭാഗത്തും. ഒരു മനുഷ്യൻ 6 ഭാഗമാണുള്ളത്, അപ്പം അത് 5 ഭാഗങ്ങൾ പറഞ്ഞു, 6ാമത്തെ അടുത്തിലും പറഞ്ഞു. അപ്പം ഏത് ഭാഗത്ത് നിന്നും എനിക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത്, എന്തെങ്കിലും ഒരു ഭവിഷ്യത്ത് വരുന്നതിൽ നിന്ന് റബ്ബേ നീ എനിക്കൊരു കാവൽ നീ നൽകണം. മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തും ഇടതുഭാഗത്തും മുകൾ ഭാഗത്തു നിന്നും എല്ലാം റബ്ബേ ഒരു കാവൽ, ഒരു സംരക്ഷണം, എപ്പോഴും റബ്ബിൻ്റെ ഒരു കാവൽ. ഏത് ഭാഗത്തു നിന്ന് എന്ത് ബുദ്ധിമുട്ടും എന്ത് കഷ്ടപ്പാടും വരികയാണെങ്കിലും അതൊക്കെ തട്ടി നീക്കി ഒഴിവാക്കി നീ എനിക്ക് കാവൽ റബ്ബേ നീ നൽകണേ. വഅഊദു ബിഅളമതിക മിൻ അൻ ഉഗ്താല മിൻ തഹ്തി. വഅഊദു ഞാൻ കാവലത്തിൽ രക്ഷ തേടുന്നു റബ്ബേ. ബിഅളമതിക നിന്റെ അളമത്ത്, നിന്റെ മഹത്വം മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിഅളമതിക തവസ്സുലാണ്. അളമത്ത് അല്ലാഹുവിന്റെ സിഫത്താണ് അളമത്ത്. അപ്പൊ അല്ലാഹുവിന്റെ സിഫത്ത് വെച്ച് ചോദിക്കുക റബ്ബേ നിന്റെ മഹത്വം മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അൻ ഉഗ്താല മിൻ തഹ്തി, അൻ ഉഗ്താല ഞാൻ വഞ്ചിക്കപ്പെടുന്നതിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. വഅഊദു ഞാൻ കാവൽ തേടുന്നു, രക്ഷ തേടുന്നു. എന്തിൽ നിന്ന്? മിൻ അൻ ഉഗ്താല ഞാൻ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന്. മിൻ തഹ്തി എൻ്റെ താഴ്ഭാഗത്തുകൂടെ. 5 ഭാഗം കാവല് പറഞ്ഞു, 6ാമത്തെ ഭാഗമാണ് താഴ്ഭാഗം. അവ താഴ്ഭാഗത്തുകൂടെ ഞാൻ അറിയാത്ത രൂപത്തിൽ ഞാൻ ചതിരകപ്പെട്ടു പോവുക, എന്തെങ്കിലും വഞ്ചനയുണ്ടാവുക, ഏതെങ്കിലും മുസീബത്തുണ്ടാവുക ഒക്കെ വരും. അതെല്ലാം യഥാർത്ഥ റബ്ബേ എനിക്ക് ഒരു കാവൽ നൽകണേ എന്ന ആശയമുള്ള ഈ പ്രാർത്ഥന അത് നബിതങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉപേക്ഷിക്കാതെ പറയുമായിരുന്നു എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പഠിപ്പിക്കുന്നത്. മൊത്തം അർത്ഥം നോക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ആഫിയത ഫി ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ ഇന്നി അസ്അലുക്കൽ ആഫിയ, ഞാൻ നിന്നോട് ആഫിയത്ത് ചോദിക്കുന്നു. ഫി ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും ഞാൻ നിന്നോട് സൗഖ്യം ചോദിക്കുന്നു റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി, എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും എൻ്റെ സമ്പത്തിലും എൻ്റെ കുടുംബത്തിലും ഞാൻ നിന്നോട് സൗഖ്യവും മാപ്പും റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മസ്തുർ ഔറാതി വ ആമിൻ റൗആതി, അല്ലാഹുവേ എൻ്റെ പോരായ്മ ന്യൂനതകളെ നീ മറച്ചു വെക്കുകയും എൻ്റെ ഭയങ്ങളിൽ നീ എനിക്ക് നിർഭയത്വം നൽകുകയും ചെയ്യണേ. അല്ലാഹുമ്മ ഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി, അപ്പോൾ എൻ്റെ മുൻഭാഗത്തൂടെയും പിൻഭാഗത്തൂടെയും നീ എനിക്കൊരു സംരക്ഷണം, ഒരു കാവൽ നീ നൽകണേ അല്ലാ. വഅൻ യമീനി വഅൻ ശിമാലി, എൻ്റെ വലതുഭാഗത്തും എൻ്റെ ഇടതുഭാഗത്തും നീ കാവൽ നൽകണേ. വമിൻ ഫൗഖി, എൻ്റെ മുകൾ ഭാഗത്തു നിന്നും നീ കാവൽ നൽകണേ. വഅഊദു ബിഅളമതിക മിൻ അൻ ഉഗ്താല മിൻ തഹ്തി, എൻ്റെ അളമത്ത് മഹത്വം മുൻനിർത്തിക്കൊണ്ട് ഞാൻ എന്നോട് കാവലിനെ തേടുന്നു. എൻ്റെ താഴ്ഭാഗത്ത് കൂടെ വല്ല ചതിയിലും പോയി അകപ്പെടുന്നതിൽ റബ്ബേ നിന്നോട് ഞാൻ കാവലിനെ തേടുകയും ചെയ്യുന്നു എന്ന് നബി തങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു.